ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണം, പിന്നെ ഫുട്പാത്ത് വേണം, നടക്കാൻ സൗകര്യം വേണം, മക്കൾക്ക് സ്കൂൾക്കും മദ്രസക്കും പോകാൻ പറ്റുന്നില്ല, പള്ളിക്കൊക്കെ പോകണം. നമ്മൾ കുറേ ആളുകളോടെ മറവിട്ടിട്ടുണ്ട്. നമ്മൾ എത്രയോ ഖബറിസ്ഥാനുകൾ ഇവിടുന്ന് എടുത്തിട്ടാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അത്. അന്ന് ആയിരക്കണക്കിന് ആളുകൾ അവിടുന്ന് നീക്കം ചെയ്തിട്ടാണ് നമ്മൾ ഈ റോഡിന് സ്ഥലം കൊടുത്തത്. അന്ന് ഇവർ ഈ പള്ളിയിലൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞു, ഫില്ലർ വെച്ച് കൊണ്ടുപോകുന്നുള്ള ഇവർക്കാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് അറിയാതെ പോലെ പണിയെടുത്ത് പോയിപ്പോൾ. എൻ്റെ വാപ്പടക്കം ഞാൻ ഇവിടുന്ന് മറവിട്ട് മാറ്റിയ ആളാണ് ഞാൻ. മനസ്സിലായ ആയിരക്കണക്കിന് ആളുകൾ ഇത്രയും ഉപകാരം ചെയ്തിട്ട് ഇവർ ലാസ്റ്റ് എന്താ ചെയ്തത്? ഇതാണ് ഈ തമ്മാടിത്തരാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പോക്കറ്റ് റോഡ് ഞങ്ങൾക്ക് പോകാൻ വയ്യ. പിന്നെ ഈ ബാത്റൂം ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ബാത്റൂമാണ് ഇവിടെ. ഈ ആളുകൾക്കൊക്കെ താമസിക്കുന്നത് കണ്ടില്ല നിങ്ങൾ. ഇവിടെ 2-3 ആൾക്ക് ഇതിന് മുന്നേ പനി വന്നു, പിന്നെ മഞ്ഞപ്പിത്തം വന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു കാരണമാണ്. ഇവിടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. പിന്നെ തണ്ട ഈ ടോളിൽ ഇവിടെ കയറുന്ന റോഡ് ഇതാണ്. ഇതിങ്ങനെ ഈ റോഡ് ഇങ്ങനെ കയറിയ കാടാമ്പയ റോഡാണ്. ഇതും വലിയൊരു പ്രയാസമുണ്ട് ഈ ടോള് വന്നുകൊണ്ട്. ഈ മാറാപ്പ് ഉണ്ടല്ലോ, ഇതൊരു മുസീബത്താണ് ഇത് ഇവിടെ വന്നത്. മാറാപ്പ് എന്ന് തന്നെ പറയുന്നതിന് അതാണ്ടില്ല നിങ്ങൾ. ഓർക്ക് നിർത്തിയുള്ള ഗ്യാപ്പാണ് ഇപ്പോൾ ഇവിടെ ഇട്ടിക്കേണ്ടത്. ഇതൊരു സ്വകാര്യ വ്യക്തിൻ്റെ പറമ്പാണ്. ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ എത്രയോ വണ്ടികൾ ആക്സിഡൻ്റ് ആളുണ്ട് നിരന്തരം. ഇതിനൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഇവർക്ക് പൈസ ഗുണ്ടായിസം, ഈ 2 സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിത് നിലനിൽക്കണമെന്ന് ആഗ്രഹം. ഈ റോഡ് വന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാലോ, നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ ബ്ലോക്കിൽ പെട്ടുന്നൊരു കാലം ഉണ്ടായി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് തീർന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ വണ്ടിൻ്റെ മെയിൻ്റനൻസ്, അതുപോലെ വണ്ടിക്കാർക്കില്ല ലാഭം, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് തന്നെ ടൈം ഇതൊക്കെ കിട്ടുന്നുണ്ട്, സന്തോഷം. എൻ്റെ വീട് എടുക്കുന്നത് 200 മീറ്റർ അപ്പുറത്താണ്. എനിക്കിപ്പോൾ വെട്ടിച്ചിറ പോകണം എൻ്റെ ആവശ്യത്തിന്. പോയി വരണമെങ്കിൽ പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ 2 ടോൾ കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ടോൾ കൊടുക്കണം. ആ അവസ്ഥയാണ്. ആദ്യം പറഞ്ഞത് 10 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഫ്രീ പാസ് എന്നാണ് ഇത് ടോൾ വരുന്നതിന് മുമ്പ് പറഞ്ഞത്. അതൊന്നും നിലവിലില്ല. അവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കണം.